സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതെ, മമ്മൂക്കയെ പറ്റി പറയാനാണ്. മമ്മൂക്കയ്ക്കെതിരെ പുതിയൊരു പരാമർശവുമായിട്ട് ഇപ്പോൾ 2 ദിവസം മുൻപാണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. ലസിത പാലക്കൽ എന്ന് പറയുന്ന ഒരു സംഘിമിത്രമാണ് ഈ ഒരു രംഗത്തേക്ക് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ സംഘിണി എന്ന് എടുത്തു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതെ, അത് സംഘിണി ആയതുകൊണ്ട് മാത്രമാണ്. ഈ വിഷയങ്ങളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാം പ്രതികരിക്കുന്ന ആളുകൾ സംഘികളോട് ഒരു പ്രത്യേക ചായ്വുള്ള അല്ലെ സംഘികളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾ മാത്രമാണെന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു വസ്തുത. അപ്പൊ ഇവരെല്ലാം കൂടി അങ്ങോട്ട് വട്ടം ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെയാണ് മമ്മൂക്കയ്ക്കെതിരെയും അതേപോലെ തന്നെ മുസൽമാനായിട്ടുള്ള ആളുകൾക്കെതിരെയും ഒക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്തിനാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത്? മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടൻ കേവലം മുസൽമാൻ ആയതുകൊണ്ട് മാത്രമാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളും നമ്മുടെ പക്കലുണ്ട്. അതായത് BJPയുടെ അജണ്ട എന്ന് പറയുന്നത് ഹിന്ദുത്വം വളർത്തുക അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്തുക. അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള ആ രാജ്യത്തുള്ള അല്ലെ ആ സംസ്ഥാനത്തിലുള്ള എല്ലാ ഈ പറയുന്ന മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അങ്ങ് അടിച്ചമർത്തുക എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇവർക്കുള്ളത്. ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഞങ്ങളാണ് അഹോരാത്രം പണിയെടുക്കുന്നതെന്നും അങ്ങനെ പണിയെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഹിന്ദുക്കൾക്ക് മേൽ ഒരാളുടെയും ഒരു ഈ പറയുന്ന സ്വാധീനം ചെലുത്താൻ പറ്റാത്തതെന്നും ഹിന്ദുക്കൾക്ക് മേല് മറ്റൊരാൾക്കും ഒരു തരത്തിലും ഒരു പ്രശ്നമായിട്ട് വരാൻ പറ്റാത്തതെന്നുമൊക്കെയാണ് സംഘിമിത്രങ്ങൾ വിചാരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് സംഘികൾ ഈ രീതിയിലുള്ള മെഴുകലുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയത് ഏത് പടത്തിനാണെന്നുള്ളത് നമ്മൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്തു. ബ്രഹ്മയുഗം എന്ന് പറയുന്നൊരു സിനിമയാണ്. ആ സിനിമ ആ ഒരു മമ്മൂക്കയ്ക്ക് ആ ഒരു സിനിമയുടെ പേരിൽ അവാർഡ് കിട്ടിയതിന് പിന്നാലെ വലിയ പ്രശ്നങ്ങളാണ് ഇവരുടെ ഉള്ളിലുള്ളത്. അപ്പോൾ അതിങ്ങനെ അവർ തുറന്നടിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ലസിത പാലക്കൽ എന്ന് പറയുന്ന ആ ഒരു സംഘിമിത്രിണി പറഞ്ഞത് മികച്ച നടി ഷംല ഹംസ, മികച്ച നടൻ മമ്മൂട്ടി, പ്രത്യേക ജൂറി പരാമർശം ആസിഫ് അലി, മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ, മികച്ച ഛായാഗ്രഹണം ഷൈജു ഖാലിദ്, മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. ഇപ്രാവശ്യം മൊത്തം ഇക്കാക്കമാരാണല്ലോ. ഇതാണോ പരാതിയില്ലാത്ത അവാർഡെന്ന് മന്ത്രി പറഞ്ഞത്? മ്യാമൻ പോട്ടെ മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സംഘിമിത്രം വന്ന് മെഴുകിയിരിക്കുന്നത്. അവർക്ക് എനിക്ക് തോന്നുന്നു കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല വ്യൂ ഈ പറയുന്നൊരു വിഷയത്തിനെ പറ്റി പ്രതികരിച്ചപ്പോഴാണ്. അപ്പോൾ ഇവരുടെ ആ മെഴുകൽ എന്താണെന്നുള്ളൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ അവാർഡിനെ പറ്റിയിട്ട് എനിക്ക് ചെറിയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിങ്ങളോട്. മികച്ച നടി ഷംല ഹസ, മികച്ച നടൻ മമ്മൂട്ടി, പ്രത്യേക ജൂറി പരാമർശം ആസിഫ് അലി, മികച്ച സ്വഭാവ നടൻ ആരാണെന്ന് അറിയാലോ, സ്വാബിൻ അല്ലെ, മികച്ച ഛായാഗ്രഹണം ഷൈജു ഖാലിദ്. ഇവരെ ആർക്കെങ്കിലും അറിയാവൂ? മികച്ച നവാഗത സംവിധായകൻ ആരാണ്? ഫാസിൽ മുഹമ്മദ്. ഇപ്രാവശ്യം മൊത്തം ഇക്കമാറങ്ങ് തൂക്കി വെച്ചു. ഇതാണല്ലേ പറഞ്ഞത് പരാതിയില്ലാത്ത അവാർഡാണ് ഇപ്രാവശ്യം നടക്കുന്നത് എന്നുള്ളത്. സംഭവം തന്നെ മാമനോടൊന്നും തോന്നല്ല മക്കളെ, ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നടക്കട്ടെ. അയ്യോടാ, എന്തൊരു മെഴുകലാണല്ലേ, എന്തൊരു വാത്സല്യം നിറഞ്ഞൊരു രീതിയിലാണ് അവരത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഇവര് സുനിത ദേവദാസ് എന്ന് പറയുന്ന ജേർണലിസ്റ്റിനെ അനുകരിക്കാൻ നോക്കുകയാണ്. അവർ സംസാരിക്കുന്ന രീതിയും അവർ സംസാരിക്കുന്ന ശൈലിയും ഒക്കെ എടുത്തുകൊണ്ട് ചേച്ചി വന്നിരുന്ന വലിയൊരു മെഴുകലാണ്. അതിൽ ഞാൻ കണ്ടൊരു നല്ലൊരു കമന്റ്, അതിലേറെ വലിയൊരു വിസ്മയം പറഞ്ഞു തരട്ടെ. പ്രധാനമന്ത്രി ഹിന്ദു, രാഷ്ട്രപതി ഹിന്ദു, ഉപരാഷ്ട്രപതി ഹിന്ദു, മുഴുവൻ ക്യാബിനറ്റ് മന്ത്രിമാരും ഹിന്ദുക്കൾ, സഹ ഉപമന്ത്രിമാരിൽ 3-4 പേരൊഴികെ മുഴുവൻ ഹിന്ദുക്കൾ, മന്ത്രിമാരിൽ ഒരൊറ്റ മുസ്ലിമുമില്ല, ഗവർണർമാരിൽ 1-2 പേരൊഴികെ മുഴുവനും ഹിന്ദുക്കൾ. അതിനും പുറമെ അറ്റേണി ജനറൽ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ തുടങ്ങിയ മുഴുവൻ ഭരണഘടനാ പദവികളിലും ഹിന്ദുക്കൾ. ഇതല്ലേ ഏറ്റവും കൂടുതൽ വിസ്മയമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുനീർ വെള്ളുവശ്ശേരി എന്ന് പറയുന്നൊരു സുഹൃത്ത് കമന്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേറെയുള്ള റിപ്ലൈ കൊടുത്തിരിക്കുന്നത്, പറഞ്ഞതിൽ തെറ്റുണ്ട്, എല്ലാവരും RSSകാർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമല്ലേ? എന്തേ സംഘിമിത്രമേ, സംഘിമിത്രം ആയതുകൊണ്ടാണല്ലേ? അപ്പോൾ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം, എന്തേ സംഘിമിത്രമേ നിങ്ങൾ ഇതിനെപ്പറ്റി പറയാത്തതെന്നാണ്. സംഘിമിത്രം ആയതുകൊണ്ട് തന്നെയും അവർക്ക് അതിനെപ്പറ്റി പറയാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ അവർ പറയുകയില്ല. അപ്പോൾ ഈ ഒരു മെഴുകലിൽ ലസിത പാലക്കൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം കാക്കമാർക്കാണല്ലോ അവാർഡ് കിട്ടിയേക്കുന്നതെന്നാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കത്തില്ലേ അവരുടെ ഉള്ളിലുള്ള ഈ പറയുന്ന മതബോധം, വർഗബോധം എന്നൊക്കെ പറയുന്നത്. ഇത് തന്നെയാണ് ഈ പറയുന്ന RSS അല്ലെങ്കിൽ സംഘിമിത്രങ്ങളുടെ ഉള്ളിലിരിപ്പെന്ന് പറയുന്നതും. അതായത് ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകളെയും അങ്ങ് തകർത്ത് കളയാം. ആ ഒരു ചിന്താഗതിയിൽ കൂടിയാണ് മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയതിന് പിന്നാലെ ഈ പറയുന്ന പരാമർശവുമായിട്ടൊക്കെ വരുന്നത്. നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കണം, മമ്മൂക്കയുടെ ബ്രഹ്മയുഗം എന്ന് പറയുന്നൊരു സിനിമ ഈ സംഘികളുടെ ചാണകം മെഴുകലുകൾ എത്ര വന്നാലും അതിനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. ആ ഒരു സിനിമ
സിനിമ ഇപ്പോൾ ഓസ്കാർ അക്കാദമിയിലേക്ക് പഠനത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പഠനത്തിന് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെയും മമ്മൂക്ക എന്ന് പറയുന്നൊരു നടനും ആ മമ്മൂക്ക എന്ന് പറയുന്നൊരു നടൻ്റെ മതത്തിനെയും കുറ്റം പറയുന്ന ആളുകൾ എവിടേക്ക് പോയി? ചമ്മി നാറി എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവരൊക്കെ മെഴുകി ഏതൊക്കെ തലത്തിലേക്കാണ് മെഴുകുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ മമ്മൂക്കയെ പറ്റി തന്നെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും. പലരും പറയുന്നുണ്ടാവാം റീച്ചിന് വേണ്ടിയാണെന്നുള്ളത്. ഒരിക്കലും ഒരു റീച്ചിന് വേണ്ടി മാത്രമല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ, നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിൽ അല്ല നവോത്ഥാന നായകന്മാരൊക്കെ ഉള്ള സമയത്ത് ഈ രീതിയിലുള്ള ചിന്താഗതികളൊന്നും ആരുടെയും ഉള്ളിലില്ല എന്ന് പലരും പറയാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്നു അല്ലെ ജീവിക്കുന്നു എന്നുള്ളത് വരച്ച് കാണിക്കാൻ വേണ്ടിയിട്ടും അതിനെ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നതും ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന ഇന്നത്തെ ആധുനിക തലമുറയിൽപ്പെട്ടൊരു പെണ്ണുപിള്ളയാണ്. ഇവരും പറഞ്ഞു മെഴുകുന്നത് ഇതേ കാര്യം തന്നെയാണ്. ഇവരെ പോലെ തന്നെ സംഘി ചായ്വുള്ള സംഘി മിത്രങ്ങളോട് ഏറെ പ്രണയമുള്ള പല ആളുകളും ഈ രീതിയിൽ മെഴുകുന്നുണ്ട്. അതുകൊണ്ടൊക്കെ മമ്മൂക്കയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? മമ്മൂക്ക് കിട്ടിയ അവാർഡിന് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? ഇവർക്കൊക്കെ പറയാനുള്ളത് ജാതിയും മതവുമാണ്. നമ്മുടെ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ടാലന്റിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതെ, അത് നമ്മുടെ ഈ പറയുന്ന കലാകാരന്മാരുടെ കഴിവിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. വേടനെതിരെ പല ആരോപണങ്ങളും പ്രശ്നങ്ങളും എല്ലാം വന്നു. തെളിവ് സഹിതവും തെളിവില്ലാതെയും പല കേസുകളും വന്നു. തെളിവ് സഹിതം എന്ന് പറയാനില്ല, തെളിവില്ലാത്ത കേസുകളാണ് പലതും. ഇതെല്ലാം വന്നിട്ടും ആ വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരനെ, ആ കലാകാരന്റെ ഉള്ളിലുള്ള ഒരു വ്യക്തിയല്ല അവർ നമ്മുടെ സർക്കാർ അംഗീകരിച്ചത്, ആ കലാകാരന്റെ ഉള്ളിലുള്ള ആ ഒരു കലയാണ് അംഗീകരിച്ചത്. അതുകൊണ്ട് തന്നെയും അത് മനസ്സിലാക്കാൻ, നെല്ലേതാണ് പതിരേതാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത ആളുകളാണല്ലോ സംഘികൾ. അതുകൊണ്ട് തന്നെയും ഒരു റാപ്പർ എന്ന് പറയുന്ന ഒരു വേടനെ റേപ്പർ വേടനെന്നും പെണ്ണുപിടിയെന്നും കഞ്ചാവോളി എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് ഇവർ വരച്ച് കാണിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ വേടന് ആ ഒരു കലാകാരന്റെ ഉള്ളിലുള്ള കലയെ അംഗീകരിക്കുന്ന ഒരു സർക്കാരാണ്. അതുപോലെ തന്നെ മമ്മൂക്ക, ആസിഫ് അലി ഇവരെയൊക്കെ ഒരു മികച്ച നടനും സഹനടനും ഒക്കെ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും അതും അവരുടെ ഉള്ളിലുള്ള കലയെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അല്ലാതെ അവർ ഈ പറയുന്ന മുസൽമാൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ടോ ക്രിസ്ത്യാനികളായതുകൊണ്ടോ ഒന്നുമല്ല. അപ്പൊ അതുപോലും മനസ്സിലാക്കാനുള്ള കേവലം ബുദ്ധി പോലും ഇല്ലാത്ത വെറും ഒരു വാഴയാണല്ലോ വന്നിരുന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്ന ഓർക്കുമ്പോൾ കഷ്ടമാണ്. മമ്മൂക്കയുടെ അസാമാന്യമായിട്ടുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടന്റെ അസാമാന്യമായിട്ടുള്ള ഒരു സംഭാവനയാണ് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടത്. ആ ഒരു സിനിമയ്ക്ക് പകരം വെക്കാൻ വേറെ ഏത് സിനിമയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്? മോഹൻലാലിന്റെ ഈ പറയുന്ന മലൈക്കോട്ട വാലിബനാണ് നിങ്ങൾ ഈ പറയുന്ന സിനിമ. ആ മണലാരണ്യത്തിൽ കിടന്ന് മോഹൻലാൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്താണ് കാണിക്കുന്നത്? ഇനി ഈ കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള കുട്ടികളെ പേടിപ്പിക്കുന്ന ഒരു സിനിമ, അല്ലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു സിനിമ ബാറോസ്, ആ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് എഡിറ്റിംഗ് അറിയാത്ത കുറെ ആളുകൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതിനൊന്നും ഞങ്ങൾ അംഗീകരിക്കത്തില്ല, കഴിവില്ലാത്ത ആളുകളാണ് പലതും പറയുന്നതെന്നാണ്. ആ സിനിമയിലെ ചില സീൻ ഞാനിവിടെ ആഡ് ചെയ്യാം. ആ സിനിമയിലെ സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മോനെ വിഷയമാണ്. കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആയി പോകും. ഇതിനേക്കാൾ എന്ത് ഭംഗിയായിരുന്നു മായക്കണ്ണനും അതേപോലെ തന്നെ ഈ പറയുന്ന ഡോറയുടെ പ്രയാണം, പിന്നെ ഈ ടോം ആൻഡ് ജെറി, ഇതൊക്കെ എന്ത് ഭംഗിയാണല്ലോ. അത് കാർട്ടൂൺ കഥാപാത്രമാണ്. മോഹൻലാലിനെ പോലെ ഒരു നടൻ വന്നിട്ട് ഇങ്ങനത്തെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ട് അതെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഈ സംഘികൾ വിചാരിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. അതായത് ബാറോസ് പോലെയുള്ള സിനിമകൾ, മലൈക്കോട്ടെ വാലിബൻ പോലെയുള്ള സിനിമകൾ, ഇതിനൊക്കെയാണ് അവാർഡ് കിട്ടേണ്ടത്, അല്ല ഭ്രമയുഗത്തിനല്ല. ഭ്രമയുഗത്തിന്റെ ഒരു രീതി നമുക്കറിയാം. അതൊരു കളർ പടമല്ല, അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിൽ കൂടി ഇത്രയും കളർഫുൾ ആയിട്ട് ആ പടത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നതിലുള്ള കഴിവ്, അസാമാന്യമായിട്ടുള്ള മമ്മൂക്കയുടെ കഴിവാണ് നമ്മളവിടെ എടുത്തു കാണേണ്ടത്, അല്ലെ നമ്മൾ അതിനെപ്പറ്റിയാണ് പറയേണ്ടത്. അങ്ങനെയുള്ള ഒരു പടത്തിനെ അതെന്താണെന്ന് പോലും മനസ്സിലാക്കാതെ വേറെ അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ മതവും ജാതിയും ഈ വർണ്ണവും ഒക്കെ ഇട്ടുകൊണ്ട് ഒരു വൃത്തികെട്ട കളിയാണ് കളിക്കുന്നത്. ഇത് ശരിക്കും BJPയുടെ തലമൂത്തപ്പന്മാർ ഇതിനകത്തിൽ ഇൻവോൾവ് ആവുന്നില്ല എന്നുള്ളൊരു പരമമായിട്ടൊരു സത്യം തന്നെയാണ്. പക്ഷേ അവരുടെയൊക്കെ അടിയിൽ കിടക്കുന്ന സംഘി കുട്ടികളാണ് ഈ പറയുന്ന രീതിയിലേക്ക് മെഴുകാനായിട്ട് വരുന്നത്. നാണമുണ്ടോ സ്ത്രീയെ? നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് മമ്മൂക്ക എന്ന് പറയുന്ന നടനെ പറ്റി പറയാനുള്ളത്? കുറച്ച് റീച്ചിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ തോന്നിവാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടി റീച്ച് കിട്ടും, കുറച്ച് പൈസ ഉണ്ടാക്കാന്നുള്ള ചിന്താഗതി, ആ ചിന്താഗതി മാത്രമാണ് ലസിത ചേച്ചിക്കുള്ളത്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് മമ്മൂക്കയ്ക്കെതിരെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടന്റെ മതം വെച്ചുകൊണ്ട് സംസാരിക്കാൻ വരുന്നതും. അത് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടനെ മാത്രമല്ല, അതിലുള്ള ആ അവാർഡ് കിട്ടിയ എല്ലാ ആളുകളെയും കാക്കമാരെന്നുള്ള രീതിയിൽ പറയാൻ വരുന്നതും. അപ്പൊ ആ കമന്റിൽ ആ സഹോദരൻ ചോദിച്ചതുപോലെ ഈ സംഘികളുടെ കൂട്ടത്തിലുള്ളതെല്ലാം വലിയ ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവരാണ്. ഈ സുരേഷ് ഗോപിയെ പോലെയൊക്കെയുള്ള ഉന്നത കുലജാതന്മാരാണ്. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയും ഇവർക്ക് അവരെ പറ്റി ഒന്നും പറയാനില്ല. കാരണം അവരൊക്കെയാണ് ആവശ്യം, അവരെയൊക്കെയാണ് ഭാരതത്തിന് ആവശ്യം. അവരെ പോലെയുള്ള ഹിന്ദു ഈ രാഷ്ട്രം പടുത്തുയർത്താൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന നവോത്ഥാന നായകന്മാരെ പറ്റി നാളെ ചരിത്രം പഠിക്കും എന്നുള്ള രീതിയിലേക്കാണ് ചേച്ചി മെഴുകി വരുന്നത്. എന്തൊരു നാണം കെട്ട പരിപാടിയാണ് സ്ത്രീയെ. കഷ്ടമാണ്.